ഹായ്, ഞാൻ ഡോക്ടർ അമിത, ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ കൺസൾട്ടന്റ് ആണ്. ഇത് ഡോക്ടർ പ്രിയദർശിനി. മാഡം ഏകദേശം 30 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒബ്സ്ട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ്. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതും സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ആസ് എ ഗൈനക്കോളജിസ്റ്റ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, എല്ലാവർക്കും ഉള്ള ചില സംശയങ്ങൾ, അതിനെ പറ്റി പറയാനാണ് ഞങ്ങൾ ഒരു വീഡിയോ സീരീസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ന് നമുക്ക് ഒരു ലേഡി പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാം. അതെ, പണ്ട് കാലത്ത് പ്രഗ്നൻസി ഒരു പ്ലാൻഡ് ഇവന്റ് ആയിരുന്നില്ല. മാരേജ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഒരു നാച്ചുറൽ കോഴ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കാറും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, വർക്കിംഗ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ 1-2 കുട്ടികളെ എല്ലാവർക്കും ഉള്ളൂ. അതുകൊണ്ട് പ്രഗ്നൻസി ഒരു ഇമ്പോർട്ടൻ്റ് ഇവന്റ് ആണ് ഒരു ഫാമിലിയിൽ വെച്ചിട്ട്. അത് മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനും പറ്റും. അപ്പോൾ റിസ്ക് എന്തൊക്കെ ഉണ്ടാവാം, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും പ്രഗ്നൻസി ആസ് വെൽ ആസ് ഡെലിവറി. ഫോർ എക്സാമ്പിൾ, ഫോളിക് ആസിഡ് അല്ലേ മാഡം? നമുക്കൊക്കെ അറിയണ ആ ചെറിയ മഞ്ഞ ഗുളികയാണ് ഈസിലി അവൈലബിൾ. അത് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പ്രഗ്നന്റ് ആവണ അന്ന് മുതൽ കഴിച്ചു തുടങ്ങണം എന്നാണ്. ആക്ച്വലി ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ നമ്മൾ കൺസീവ് ചെയ്താൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പല പ്രശ്നങ്ങളും, നട്ടെല്ലില് മുഴ മുതലായ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം ഐഡിയലി ഫോളിക് ആസിഡ് നമ്മൾ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കഴിച്ചു തുടങ്ങണം. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ്, പ്രഗ്നന്റ് ആവുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം. ഫോളിക് ആസിഡ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഇല്ലാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യണ മാതിരി പല അസുഖങ്ങൾക്കും നമ്മൾ നേരത്തെ തന്നെ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഡയബറ്റിസ് ഉണ്ടോ, ഹൈപ്പർ ടെൻസീവ് ആണോ, അതേമാതിരി എപ്പിലെപ്റ്റിക് ആണോ, ആസ്മാറ്റിക് ആണോ, ഇങ്ങനത്തെ കണ്ടീഷൻ ഉള്ളവർ ആക്ച്വലി മുൻകൂട്ടി തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ചെയ്ത്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ HbA1c 6% താഴെ ആയിരിക്കണം കൺസീവ് ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പലതരം വൈകല്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ ബിഫോർ കൺസീവിങ് തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം കൺസീവ് ചെയ്യാൻ തുടങ്ങാൻ. ഇതേമാതിരി തന്നെ BP, ഷുഗർ ഒക്കെ ക്രോണിക് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരുടെ മരുന്നുകൾ തന്നെ അവരെന്ത് മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത് ആ കൺസേൺ ഡോക്ടറെ കണ്ടിട്ട് വേണം അവരോട് പറയണം കൺസീവ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്നുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ ഡ്രഗ്സും ചിലപ്പോൾ പ്രഗ്നൻസിയിൽ സേഫ് ആവണം എന്നില്ല. അപ്പോൾ സേഫർ മെഡിസിൻസിലേക്ക് മാറേണ്ടി വരും. എപ്പിലെപ്റ്റിക് ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രീ പ്രഗ്നൻസി തന്നെ സൈക്കാട്രിസ്റ്റിനെ, ന്യൂറോളജിസ്റ്റിനെ, കൺസേൺ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ആ മെഡിസിൻ സേഫർ ഡ്രഗ്സിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ്. അതേമാതിരി തന്നെ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, എനി ടൈപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലൂ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അക്യൂട്ട് എക്സർബേഷൻ ഓഫ് ആസ്മ ആണെങ്കിലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര ഒരു ഫംഗൽ ഇൻഫെക്ഷന്, വിജൈനൽ ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് ശേഷം കൺസീവ് ചെയ്യണതാണ് നല്ലത്. എന്താ വെച്ചാൽ ഏറ്റവും ഏർലിയർ ഓഫ് പ്രഗ്നൻസിയിൽ നമ്മൾ കഴിയുന്നത്ര മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഏറ്റവും മിനിമം ഡ്രഗ്സ് കഴിക്കുന്നതാണ് ആ സമയത്ത് ഏറ്റവും, എന്ന് വെച്ചാൽ ആ സമയത്താണ് പ്രഗ്നൻസി, ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും മിനിമം ഡ്രഗ്സ് ആ സമയത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഹെൽത്തി ആയിരിക്കുന്ന സമയത്താണ് പ്രഗ്നന്റ് ആവേണ്ടത്. അതുപോലെ ചില അസുഖങ്ങളുണ്ട്, റുബെല്ല പോലെ കുഞ്ഞുങ്ങൾക്ക് മാരകമായ അംഗവൈകല്യങ്ങൾ വരുത്താൻ ശേഷിയുള്ള അസുഖങ്ങൾ. അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ ഉണ്ട്, അത് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. പിന്നെ ക്യാൻസർ സർവിക്സിനെ പ്രിവെന്റ് ചെയ്യാനുള്ള HPV വാക്സിനേഷൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ, ഇതൊക്കെ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് എടുത്തിരുന്ന വളരെ നല്ലതാണ്. ഇതൊക്കെ എടുക്കേണ്ട സാധാരണ ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് ആണ്. മെന്റൽ ഹെൽത്ത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പ്രഗ്നൻസി ബൈ ഇറ്റ്സെൽഫ് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആണ്. അപ്പോൾ ആ സമയത്ത് മെന്റലി ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് പാർട്ട്നേഴ്സ് അതിന് എഫക്റ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വേണമെങ്കിൽ ആരെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കപ്പിൾ ബൈ ദംസെൽഫ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ പ്രഗ്നൻസി ആയാലും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ
വളരെ സീരിയസ് ആയുള്ള പ്രശ്നത്തിലേക്ക് മാറുക. അതുകൊണ്ട് മെന്റൽ ഹെൽത്തും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ പുറമെ എനിക്ക് തോന്നുന്നു ഓക്കുപേഷണൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ തിയേറ്ററിൽ അനസ്തെറ്റിക് ഏജൻസ് എപ്പോഴും ഡീൽ ചെയ്യുന്ന ആൾക്കാർ, അതേമാതിരി റേഡിയേഷൻസിൽ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വല്ല പെയിന്റ് അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ അധികം എങ്ങനെ ഒഴിവാവാൻ പറ്റുന്ന ആൾക്കാർ ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഇപ്പൊ കുറെ പേർക്ക് ഹൈപ്പോതൈറോയിഡിസം ഒക്കെ നമ്മൾ പ്രഗ്നൻസിയിലല്ലേ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ഐഡിയലി ദേ ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബിഫോർ പ്രഗ്നൻസി അല്ലേ, എന്നിട്ട് ദേ ഷുഡ് ബി പുട്ട് ഓൺ ഡ്രഗ്സ്, എന്നിട്ട് തൈറോയിഡ് ലെവൽ നോർമൽ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പി ഔട്ട്കം തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും.